ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ആട് ജീവിതം, ആട് എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ മോളിവുഡിലെ മികച്ച കോമഡി എന്റർടൈനർ സിനിമകളാണല്ലോ ആടും ആട് രണ്ടാം ഭാഗവും. ഇപ്പോഴത്തെ ആടിന്റെ മൂന്നാം ഭാഗം നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന പുതിയൊരു പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ടാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ആടിന്റെ മൂന്നാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ജയസൂര്യ നായകനെ എത്തുന്ന ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബു നിർമ്മിക്കുന്ന സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്ററിൽ സിനിമയുടെ സംവിധായകനും നായകനും നിർമ്മാതാവുമാണ് ആടിനെ കയ്യിലേന്തി നിൽക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പുറത്തു വന്നിരിക്കുകയാണ്. രണ്ടാം ഭാഗം 50 കോടി ബിസിനസ് അടക്കം നേടിയിട്ടുണ്ടെങ്കിൽ മൂന്നാം ഭാഗം പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമാകുകയാണെങ്കിൽ ഇന്ന് 100 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. എന്തായാലും കത്തനാറിന് പിന്നാലെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും. കാത്തിരിക്കൂ, കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ ആട് ജീവിതം. പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്യുന്ന സിനിമ മാർച്ച് 28-ാം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുക. സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ UK ബുക്കിംഗ്, ഓൺലൈൻ ബുക്കിംഗ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. അറബി നാട്ടിൽ നജീബ് അനുഭവിച്ച യാതനകളുടെ കഥയുമായിട്ട്, മരുഭൂമി കഥയുമായിട്ടാണ് ദി ഗോട്ട് ലൈഫ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പൃഥ്വിരാജിന്റെ സിനിമയ്ക്ക് ഗൾഫിൽ ബാനായിരിക്കുമോ എന്നൊരു ചോദ്യം കൂടുതൽ പ്രേക്ഷകരിൽ ഇപ്പോഴുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ തീരുമാനം ഇനിയും പുറത്തു വന്നിട്ടില്ല. GCC സെൻസറിംഗ് പൂർത്തിയായിട്ടില്ല എന്നറിയാനായിട്ട് കഴിയുന്നു. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയിലെ ചില രംഗങ്ങളെല്ലാം തന്നെ അവിടെ കട്ട് ചെയ്തിറക്കാനായിട്ടും പദ്ധതി ഉണ്ട് എന്ന് അറിയാനായിട്ട് കഴിയുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. ഇനി സിനിമയുടെ അവസാനഘട്ട പ്രൊമോഷൻ അപ്ഡേറ്റുകളിലേക്കെല്ലാം തന്നെ വരികയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച കൊച്ചിയിലായിരുന്നു സിനിമയുടെ പ്രസ് മീറ്റ് നടന്നതെങ്കിൽ ഇന്ന് മുംബൈയിൽ സിനിമയുടെ പ്രസ് മീറ്റും മറ്റ് പ്രൊമോഷൻ വർക്കുകൾ നടക്കുകയാണ്. അന്യഭാഷകളിലും മറ്റും പൃഥ്വിരാജ് ഇതിനോടൊക്കെ തന്നെ അഭിമുഖങ്ങളെല്ലാം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ചില ചാനലുകളിലടക്കം ഇതിനോടൊക്കെ തന്നെ അഭിമുഖങ്ങൾ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. എന്തായാലും പൃഥ്വിരാജിന്റെ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വാക്കുകൾ കേൾക്കുവാനായിട്ട് കാത്തിരിക്കാം. മാർച്ച് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ റിലീസ് ചെയ്യാൻ ഇനി വെറും 12 ദിവസങ്ങൾ മാത്രം ബാക്കി. കാത്തിരിക്കൂ, കൂടുതൽ സിനിമ വാർത്തകൾ കേട്ട്